ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? നോമ്പൊക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കരുതുന്നു. മാഷാ അല്ലാ, ഇന്നാണ് എൻ്റെ വീട്ടിലെ നോമ്പ് തുറ. മക്കളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് ഇക്കയുടെ കൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട് വളരെ അടുത്ത് തന്നെ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ യാത്ര ചെയ്താലെത്തുന്ന ദൂരമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. നടന്നു പോരുകയാണെങ്കിൽ തന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെത്തിട്ടോ. അല്ലെങ്കിൽ വണ്ടിയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട്ടിലെത്തും. അത്രയും കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നെ ഇവിടെ അടുത്തേക്ക് തന്നെയാണ് എന്നെ വിവാഹം കഴിച്ചത്. ഇതാണ് ഞങ്ങളുടെ അങ്ങാടി. ഇവിടേക്കാണ് ഞങ്ങൾ സാധനം വാങ്ങാനൊക്കെ വരല്. അപ്പോൾ ഇവിടെ വാള എന്ന സിനിമേൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് എത്താറായിട്ടോ. ഇത് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ മെറ്റൽ പാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അൽഹംദുലില്ലാ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ കളിച്ച് വളർന്ന 17 വർഷം ഞാൻ കളിച്ച് വളർന്ന എൻ്റെ വീടാണ് ഇത്. നമ്മുടെ വീട്ടിലേക്ക് എത്താന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുക്കളയിലാണ് ചെന്നത്. അപ്പോൾ അവിടെ സമൂസയിലൊക്കെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കോഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പണി തന്നെ ബ്രെഡ് പോക്കറ്റിലേക്കുള്ള ഈ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ട് കുനുകുനാ പോലെ എരിയാനായിരുന്നു. അത് വൃത്തിയായി എരിഞ്ഞ് കൊടുത്തതിന് ശേഷം ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ആട്ടെ നമ്മൾ കുട്ടിപ്പട്ടാളത്തിൻ്റെ രസകരമായ കാഴ്ച കണ്ട് ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടാട്ടോ ഇവൾ വണ്ടി ഓടിക്കുന്നത്. ട്രാഫിക് നിയമങ്ങളൊക്കെ നന്നായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന ഇവൾക്കാട്ടെ ഇന്നത്തെ എൻ്റെ ബിഗ് സല്യൂട്ട്. എന്തായാലും ഇന്നത്തെ തലമുറ ഇവളെ കണ്ട് പഠിക്കണം കേട്ടോ. ഇവളൊരു പോലീസിനും പിടിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാമറയിലും കൊടുക്കുകയില്ല. ഹെൽമെറ്റൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അവൾക്ക് തലക്ക് നല്ല പാകാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വേറൊരു കുട്ടിപ്പട്ടാളം ആടുമായിട്ട് ഗുസ്തി മത്സരം പിടിക്കുകയാണ് കേട്ടോ. കാടിളക്കി വന്ന കൊമ്പനെ തളച്ചത് ഇവനാണെന്നട്ടോ തോന്നുന്നത്. അങ്ങനെയുണ്ട് ഇവരുടെ രണ്ടുപേരുടെ ഗുസ്തി മത്സരം. ഇവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് പൂച്ചൻ്റെ വാല് പിടിച്ച് കളിക്കും, അതുപോലെ തന്നെ ആടിൻ്റെ കൊമ്പ് പിടിച്ച് കളിക്കുന്നതാണ് കേട്ടോ. ഒരു പേടിയുമില്ല. അപ്പോൾ ഇതിനിടയിൽ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയേക്കാം. അപ്പോൾ ഇവിടെ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അതിന് സഹായിച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ചിക്കൻ പൊരി വരുന്നത്. കുറച്ച് വരട്ടേൻ്റെ പണിയും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ജ്യൂസിനുള്ളത് റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ മുന്തിരി തിളപ്പിക്കുകയാണ്. മുന്തിരി ജ്യൂസാണ് ഇന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിരുന്നു എന്ന് ഇത് കണ്ടപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല, കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കലെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബജാജിൻ്റെ ബ്രെഡ് ടോസ്റ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടോ. നമ്മളെ ബ്രെഡ് പോക്കറ്റ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികൾക്ക് ഒരുവിധം കഴിഞ്ഞിട്ടോ. പിന്നെ ബിരിയാണി പൊറാട്ടയ്ക്ക് ഞങ്ങൾ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴായിട്ട് നമ്മുടെ മലയാളി എൻ്റെ വരവ് താത്തയുടെ ഹസ്ബൻഡാണ്. ഫോൺ പിടിച്ച് നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ. ഫോൺ ഓഫാക്കിയാലേ ഞാൻ ഇറങ്ങുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ ഫോൺ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാക്കി ടേബിളിൽ എത്തിച്ചിട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നിരുന്ന് പങ്കുകൊടുത്ത് എല്ലാവരും നോമ്പ് തുറന്നു. പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ. ഞങ്ങൾ വീട്ടുകാരും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് തന്നെ ഉള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും വന്നിട്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.